വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. അതിനായിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പുരട്ടി വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അതിൽ അടിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്യുക. പിന്നെ തിരിച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ആ സൈഡും കൂടെ പുരട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 15 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയും ടൈമേ വേണ്ടും. 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, മല്ലിയില, പുതിന ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്, കൂടാതെ കുറച്ച് പച്ചമുളക് എരി കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, സവാള ചെറുതായിട്ട് കട്ട് ചെയ്തരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കൊരല്പം വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സവാളൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരല്പം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതാണ്. അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ പീസായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് എന്തുണ്ടാവും, ഈ ചിക്കനിലേക്ക് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന, അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് നല്ല കുറഞ്ഞതാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്നത് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഓൾറെഡി നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ പച്ചമുളകിന് പകരമായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്താൽ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാനിതിലേക്ക് ആ എയർ ഫ്രയറിലെ ഓയിലുണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് 2 സൈഡും നമ്മൾ വെക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.